ഒരു ചെറിയ ഒരു പ്രേമനൈരാശ്യത്തിൽ പെട്ടതിന്റെ ബാക്കിൽ ആള് ഡ്രഗ്സിന് അടിമപ്പെട്ടു. ഞങ്ങളിപ്പോൾ ഉള്ളത് മുക്കിലപ്പീടിയ സുരേഷ് ബാബുവിന്റെ വീട്ടിലാണ്. വ്യക്തി ഡിഗ്രി പഠിച്ച ആളാണ്, ഒരുപാട് കഴിവുകളുള്ള ഒരു വ്യക്തി കൂടിയാണ്. പക്ഷെ നമ്മൾ 10-20 വർഷമായിട്ട് അവനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് അവന്റെ വീടാണ്. അപ്പൊ ഇതൊന്ന് വൃത്തിയാക്കിയിട്ട് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ആർക്കും വാടക കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടിയാണ് ഇപ്പൊ ടീം വളാഞ്ചേരി വന്നിട്ടുള്ളത്. അപ്പൊ ഇവനുള്ളത് തൊടുപുഴ ഒരു ഓർഫനേജിലാണ് ഉള്ളത്. പക്ഷെ അവനിപ്പോഴും പിന്നെ നോർമൽ ആയിട്ടില്ല. അപ്പൊ അവന്റെ വീട്ടിലാണ് ഇപ്പൊ ഞങ്ങൾ വന്നിട്ട് ഇതൊക്കെ വൃത്തിയാക്കിയിട്ട് വെറുതെ ഇത് നശിപ്പിച്ച് പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അത് കാരണം ഇത് നമ്മൾ എന്ത് ചെയ്യാണ്, വാടകക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വൃത്തിയാക്കാൻ വേണ്ടി ടീം വളാഞ്ചേരി ഇവിടെ വന്നതാണ്. അവനെ പറ്റി പറയുകയാണെങ്കിൽ 10-20 വർഷമായി ടീം വളാഞ്ചേരി അവനെ നമ്മൾ സംരക്ഷിച്ച് പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. അവന് വിദ്യാഭ്യാസപരമായിട്ടും കലാപരമായിട്ടും ഒക്കെ നല്ല കഴിവുള്ള വ്യക്തികളാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ് ഈ ഇപ്പം മയക്കുമരുന്നായിട്ട് എല്ലാം കഴിച്ച്. അപ്പൊ ഇതൊക്കെ ഇന്നത്തെ ചെറുപ്പക്കാര് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം ഒരു വ്യക്തിയുടെ ജീവിതം എങ്ങനെ നശിക്കുന്നു എന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ബാബു. അങ്ങനെ ഈ ചെറുപ്പക്കാരൊക്കെ ഈ കാര്യങ്ങളൊക്കെ പിന്തിരിയേണ്ട ഒരു അവസ്ഥയാണ് ഈ ബാബുവിന്റെ കഥ നമുക്ക് കിട്ടുന്നത്. ബാബുവിനോട് ഞങ്ങൾക്ക് ഭയങ്കര സ്നേഹമാണ്. ബാബു ഇല്ലാതെ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമുണ്ട്.